from the beginning, through every moment, we have witnessed a journey shaped by faith. When the path was unclear, they trusted. When hope seemed distant, they believed. This is not just a story. This is the story of faith that still lives on. We proudly present the program. This is a journey through the Bible without any interruptions to highlight the theme, hope. Journey to the hope. Appreciate turning off your mobile phones. Pump your little babies to relax. Buckle your seatbelts. Let's get started. The journey to the hope. അന്നേ, നീ എന്താ ഇപ്പഴേ ബുക്കും വായിച്ചോണ്ടിരിക്കണേ? അല്ലടി, ദൈവത്തിന്റെ വചനമാണത്, ബൈബിളാണത്. ഇത്രയും വലിയ പുസ്തകം ഇപ്പൊ തന്നെ വായിച്ചു തീർക്കാനാണോ പ്ലാൻ? ഇത് വെറും ഒരു ബുക്കല്ലടാ, ഇതൊരു വലിയ ലൈബ്രറിയാണ്. ഇതിൽ ചരിത്രമുണ്ട്, അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവചനങ്ങളും ഒക്കെയുണ്ട്. അങ്ങനെ 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന വലിയൊരു പുസ്തകമാണിത്. 66 പുസ്തകമോ? ഇതൊക്കെ വായിച്ചു തീർക്കാൻ പറ്റുമോ? വായിച്ചാലൊട്ട് നീ ഇത് ഓർത്തിരിക്കോ? ഓർത്തിരിക്കുമെന്നോ? ഓർക്ക എളുപ്പമുള്ള രീതിയിൽ നെസ്സി ഇപ്പൊ പറഞ്ഞു തരും. ബൈബിൾ എന്നാൽ പുസ്തകം എന്നാണ് അർത്ഥം. ലോകത്തിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന പുസ്തകം ബൈബിൾ ആണ്. 40-ൽ പരം എഴുത്തുകാർ 1600ഓളം വർഷങ്ങൾ കൊണ്ട് എഴുതിയ ഒരു മഹത് ഗ്രന്ഥമാണ് ബൈബിൾ. 1289 അധ്യായങ്ങളുള്ള ഈ വേദപുസ്തകത്തെ 66 പുസ്തകങ്ങളായി തിരിച്ചിരിക്കുന്നു. ഈ 66 പുസ്തകത്തെ പഴയ നിയമവും പുതിയ നിയമവുമായി വിഭജിച്ചിരിക്കുന്നു. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുമായി ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിന്റെ ഉദ്ദേശവും അവൻ നയിക്കേണ്ടുന്ന ജീവിത വിശുദ്ധിയും ദൈവം മനുഷ്യന് ദാനമായി നൽകിയ രക്ഷയും നിത്യജീവനും വളരെ വ്യക്തമായി കാണിച്ചിരിക്കുന്നു. ഈ 66 പുസ്തകങ്ങൾ ഏതെല്ലാം എന്ന് നമുക്ക് കൊച്ചുകൂട്ടുകാരിൽ കൂടി കേട്ടാലോ? Old Testament, Genesis, Exodus, Leviticus, Numbers, Deuteronomy, Joshua, Judges, Ruth, 1 Samuel, 2 Samuel, 1 King, 2 King, 1 Chronicles, 2 Chronicles, Ezra, Nehemiah, Esther, Job, Psalms, Proverbs, Ecclesiastes, Song of Songs, Isaiah, Jeremiah, Lamentation, Hezekiel, Hosea, Joel, Amos, Obadiah, Jonah, Micah, Nahum, Habakkuk, Zephaniah, Haggai, Zechariah, Malachi. New Testament, Matthew, Mark, Luke, John, Acts, Romans, 1 Corinthians, 2 Corinthians, Galatians, Ephesians, Philippians, Colossians, 1 Thessalonians, 2 Thessalonians, 1 Timothy, 2 Timothy, Titus, Philemon, Hebrews, James, 1 Peter, 2 Peter, 1 John, 2 John, 3 John, Jude, Revelation. 66 പുസ്തകങ്ങളൊക്കെ കൊള്ളാം. പക്ഷെ ഇതൊക്കെ വായിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇൻട്രസ്റ്റ് ഉണ്ടോന്നാ? ലോകത്തിന്റെ ഉത്ഭവം തുടങ്ങി അവസാനം വരെയുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. ലോകത്തിന്റെ ഉത്ഭവോ? അത് ബിഗ് ബാങ് തിയറി അല്ലേ? അത് സയൻസ് പറയുന്നത്. ശരിക്കും എന്താ സംഭവിച്ചെന്ന് കാണണോ? ബാ, കാണിച്ചു തരാം. ശൂന്യതയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ മഹത്തായ സൃഷ്ടി. അത് ഒരു സാധാരണ കാഴ്ചയല്ല. അതാണ് ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രഖ്യാപനം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പ്രകാശത്തിൻ്റെ ഉദയം
സൂര്യൻ ജ്വലിച്ചു. ജീവന്റെ ചലനം. പച്ചപ്പുകൾ ഭൂമിയെ മൂടി. ഭൂമിയിൽ ശക്തിയും സൗന്ദര്യവും നിറഞ്ഞ ജീവികൾ സഞ്ചരിച്ചു. ആനയുടെ ഭാരം, സിംഹത്തിന്റെ വീര്യം, കുതിരയുടെ വേഗം, പശുവും നായയും പൂച്ചയും താറാവും പക്ഷികളും ഇവരുടെ സ്വാതന്ത്ര്യം ലോകത്തിൽ മുഴങ്ങി. ഇതെല്ലാം പൂർത്തിയാക്കാൻ ദൈവം തൻ്റെ സ്വന്തം സൃഷ്ടിയുടെ കിരീടമായി ആദത്തിനെയും ഹവ്വയെയും സൃഷ്ടിച്ചു. ആ സമാധാനത്തിന്മേൽ ഒരു നിഴൽ വീണു. ആ തോട്ടത്തിൻ്റെ മധ്യത്തിലുള്ള ആ മരത്തിലെ ഫലം മാത്രം ഭക്ഷിക്കരുതെന്ന് ദൈവം കൽപ്പിച്ചു. എന്നാൽ അന്ധകാരത്തിൻ്റെ ശബ്ദം സർപ്പത്തിൻ്റെ വഞ്ചനയായി എത്തി. ഒരു തീരുമാനം, ഒരു അനുസരണക്കേട്, അത് മനുഷ്യന്റെ വിധിയെ തന്നെ മാറ്റിമറിച്ചു. സ്വർഗത്തിൻ്റെ സമാധാനത്തിൽ നിന്ന് വേദനയുടെ ലോകത്തേക്ക് അവർ എറിയപ്പെട്ടു. കാലം നീങ്ങി. മനുഷ്യന് വീണ്ടും തൻ്റെ വഴി തെറ്റി. അപ്പോൾ ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തു, നോഹ. ഒരു ദൗത്യം, ഒരു മുന്നറിയിപ്പ്, ഒരു മഹാപ്രളയം, ഒരു മഹാപെട്ടകം ഉയർന്നു. നോഹയും കുടുംബവും സകല ജീവജാലങ്ങളും ജോഡികളായി ആ പെട്ടകത്തിൽ അഭയം തേടി. ആകാശം ഇരുണ്ടു. മഴ ഭൂമിയെ കീറി മുറിച്ചു. കടൽ ഉയർന്നു. ലോകം വിഴുങ്ങി. ഭീകരമായ തിരമാലകൾ പെട്ടകത്തെ ഉലച്ചു. പക്ഷേ ദൈവത്തിൻ്റെ കരുണ ആ പെട്ടകത്തിന് കാവലായി നിന്നു. പ്രളയം മാറിയപ്പോൾ സ്നേഹത്തിൻ്റെ അടയാളമായി ആകാശത്ത് മനോഹരമായ മഴവില്ല് വിരിഞ്ഞു. കാലങ്ങൾ മാറി. മനുഷ്യൻ വീണ്ടും മറന്നു. പക്ഷേ വിശ്വാസം ഒരിക്കലും മരിച്ചില്ല. ദൈവം വീണ്ടും ഒരാളെ വിളിച്ചു, അബ്രഹാം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടൊപ്പമുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഞാൻ നിന്നെ വലിയ ജാതിയാക്കും. ഇന്ന് ആ വിളി നമ്മിലേക്കാണ്. അബ്രഹാമിനെ പോലെ വിശ്വസിക്കാൻ, അനുസരിക്കാൻ, നല്ലവരായി നിലകൊള്ളാൻ, അവനെ സ്നേഹിക്കുന്ന ധീരരായ മക്കളായി നമുക്കും വളരാം. ആഹാ, വെളിച്ചം വന്നല്ല. ഇതുപോലെ ഇരുട്ടുള്ള സ്ഥലത്തുനിന്ന്, അതായത് വിഗ്രഹമുള്ള സ്ഥലത്തുനിന്ന് ദൈവം ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ, അബ്രഹാം അപ്പച്ചൻ. അത് തന്നെ. ദൈവത്തെ വിശ്വസിച്ച് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു മാപ്പ് പോലും ഇല്ലാതെ യാത്ര ചെയ്ത ഒരാളാണിത്. മാപ്പില്ലാതെയോ? ദൈവം ഇങ്ങനെ ഒരാളെ കഷ്ടപ്പെടുത്തുവോ? കഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല, ദൈവം ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി ആളെ ഒരുക്കുകയായിരുന്നു. ദൈവം അബ്രഹാമിനെ എങ്ങനെ മോൾഡ് ചെയ്തെടുത്ത കാര്യം ഇസഹാക്ക് ഇപ്പൊ നമ്മളോട് പറയും. അറിയാതെ തൻ വിളി കേട്ടു പോകുന്നു ഞാൻ.
ഇങ്ങനെ പാടി സ്വന്തം നാടും വീടും വിട്ട് ദൈവം കാണിക്കാറുന്ന സ്ഥലത്തേക്ക് പോയാണ് എന്റെ പപ്പ അബ്രഹാം. ഓക്കെ, ഏത് സ്ഥലം എന്നാണെന്നൊന്നും അറിയില്ല, പക്ഷെ ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ച് പുറപ്പെട്ട് എന്നാണ് എന്റെ പപ്പ എന്നോട് പറഞ്ഞത്. ദൈവം പപ്പയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയ പ്രോമിസ് തന്നെ ഒരു വലിയൊരു ജാതി ആക്കും എന്നതായിരുന്നു. പക്ഷേ പപ്പയ്ക്ക് മക്കളുണ്ടായിരുന്നില്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിലുള്ള പപ്പയുടെ വിശ്വാസവും മമ്മിയുടെ പ്രാർത്ഥനകളും ആയിരുന്നു എന്റെ വീട്ടിലെപ്പോഴും. എന്നാലും വാഗ്ദത്ത സന്നിധിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടർന്നു. ഹാഗാറിലൂടെ എനിക്കൊരു ചേട്ടൻ കിട്ടി. അങ്ങനെ എന്റെ പപ്പയ്ക്ക് 100 വയസ്സും മമ്മിക്ക് 90 വയസ്സുള്ളപ്പോ വാഗ്ദത്തം നിവർത്തിയും സന്തോഷം നൽകിക്കൊണ്ട് ഇസാക്കിന് ഞാൻ ജനിച്ചു. അത് ഉത്സവ ദിവസങ്ങളായിരുന്നു എന്നാണ് എല്ലാവരും പറയും. എന്റെ പപ്പയും മമ്മയും എന്നെ ഒരു ആത്മീയനായി വളർത്തി. ഞാൻ വളരെ അംശമുള്ള കുട്ടിയായി. പക്ഷേ അത് പറഞ്ഞപ്പോഴാവട്ടെ എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു സംഭവം. എനിക്കൊരു 15-20 വയസ്സുണ്ടാവും. ഒരു ദിവസം എന്റെ പപ്പ അതിരാവിലെ വിളിച്ചു നിർത്തി. എവിടെയോ പോവാനാണ്. കൂടെ 2-3 പേരുണ്ടായി. അങ്ങനെ നടന്ന് മലയുടെ താഴെ എത്തി. കൂടെ വന്നവിടെ നിർത്തി. ഞാനും പിന്നെ പപ്പയും വിറക് കൂട്ടിയിട്ട് ഞങ്ങൾ മല കയറാൻ തുടങ്ങി. എനിക്ക് ചെറുതായിട്ട് കാര്യങ്ങൾ മനസ്സിലായി. യാഗം കഴിക്കാൻ പോവാണ്. പക്ഷേ ആട്ടിൻകുട്ടി ഇല്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ അതേവരെ പപ്പയോട് ചോദിച്ചപ്പോ ദൈവം കരുതിക്കൊള്ളും എന്ന വിശ്വാസത്തോടെ ഉള്ള മറുപടിയാണ് എനിക്ക് കിട്ടിയത്. അത് എനിക്ക് മതി, ദൈവം കരുതിക്കൊള്ളും. അങ്ങനെ മലയുടെ മുകളിൽ എത്തിയപ്പോ എനിക്ക് മനസ്സിലായി ഞാനാണ് ആട്ടിൻകുട്ടിയെന്ന്. സങ്കടം വന്നെങ്കിലും ഞാൻ പപ്പയുടെ മുമ്പിൽ ഒരു അനുസരണമുള്ള കുട്ടിയായി ഞാൻ അവിടെ കിടന്നു. എനിക്ക് പപ്പയുടെ വേദന എനിക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷെ വേദന കാണും ദൈവത്തിലുള്ള വിശ്വാസം പപ്പ മുറുകെ പിടിച്ചിരുന്നു. അങ്ങനെ പപ്പയുടെ വിശ്വാസം പോലെ ദൈവം എന്നെ പകരം ഒരു ആട്ടിൻകുട്ടി ഒരുക്കിയിരുന്നു. പപ്പ വിശ്വാസികളുടെ പിതാവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് ഓർപ്പിച്ച് അവന്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് പ്രത്യാശയോടെ ജീവിച്ച ആളാണ് എന്റെ പപ്പ അബ്രഹാം. താങ്ക് യു. ഇസാക്കിന്റെ ലൈഫ് മാറിയതും ഓക്കെ, ഇതുപോലെ വേറെ ആരെങ്കിലും ലൈഫ് മാറിയിട്ടുണ്ടോ? നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെ ആരെങ്കിലും ലൈഫ് മാറിയതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടല്ലോ. സ്വന്തം വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നു. സ്വന്തം സഹോദരന്മാർ ഉപേക്ഷിച്ചു, എന്നിട്ട് വിറ്റ് കളഞ്ഞു. പോയ സ്ഥലത്താണ് ഭയങ്കര കഷ്ടപ്പാട്. എന്നിട്ടും ദൈവം നമ്പർ 1 ആക്കിയ ഒരു ആളുണ്ടല്ലോ ബൈബിളിൽ. അതിനെ പറ്റിയൊന്നും അറിയണോ? ഹായ്, ഐ ആം ജോസഫ്. യാക്കോബ് എന്ന പണക്കാരന്റെ 12 മക്കളിൽ 11ാമത്തെ മകനാണ് ഈ ഞാൻ. ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ വീട്ടിലെ ബഹളം. പിന്നെ ഒരു പാമ എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ചെല്ല കുട്ടിയാണ് ഞാൻ. എനിക്ക് ദൈവം ഒരു ഗിഫ്റ്റ് എന്ന സ്വപ്നം കാണുക. വെറുതെ സ്വപ്നം കാണുകയല്ല കേട്ടോ, അതിൻ്റെ മീനിങ് മനസ്സിലാകും. പക്ഷെ ആ ഗിഫ്റ്റ് ഒരു വലിയ പ്രോബ്ലമായി. കാരണം എൻ്റെ സ്വപ്നത്തിൽ ഞാൻ ടോപ്പ് പൊസിഷൻ. ഒന്നാമത് എൻ്റെ ബ്രദേഴ്സിന് എന്നെ ഇഷ്ടമല്ല. പിന്നെ എൻ്റെ അപ്പനൊരു അടിപൊളി ഡ്രസ്സ് തന്നപ്പോൾ എല്ലാം കൂടെ പൂർത്തിയായി. എന്നെ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യുന്ന ബ്രദേഴ്സിൻ്റെ മുമ്പിലോട്ട് ഒരു ദിവസം ചെന്നപ്പോൾ അവരെന്നെ നൈസായിട്ട് മിഥ്യാൻസിനെ വിറ്റ് കാശാക്കി. എന്നിട്ട് ഞാൻ മരിച്ചു പോയിന്ന് അപ്പനോട് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അങ്ങനെ ഞാൻ ഈജിപ്തിലെത്തി. എനിക്ക് ആരും അറിയില്ല. അവിടെ ഞാൻ കുറേ കഷ്ടപ്പെട്ടു. ഒറ്റ തെറ്റ് ചെയ്യാതെ ഞാൻ ജയിലിലായി. പക്ഷെ ഒരു ദിവസം അവിടുത്തെ രാജാവായ ഫാരോ ആകെ കൺഫ്യൂസ്ഡായി. പുള്ളിക്കാരൻ എന്തോ സ്വപ്നം കണ്ടു. പുള്ളിക്ക് ഒന്നും ഓർമ്മയില്ല. എൻ്റെ ആ ഗിഫ്റ്റ് ഓർമ്മയില്ലേ? ഞാൻ പറഞ്ഞ സ്വപ്നം പോലെ ജോലി തിരിച്ചു കിട്ടിയ കബറിൻ്റെ റെക്കമെൻഡേഷനിൽ ഞാൻ രാജാവിൻ്റെ മുമ്പിൽ ചെന്നു. സ്വപ്നവും മീനും പറഞ്ഞൊരു ലെവൽ മാറി. ഞാൻ ഇപ്പോൾ ഈജിപ്തിലെ 2nd പൊസിഷനിലാണ്. സ്വപ്നം പോലൊരു വലിയ ഫെമിൻ വന്നപ്പോൾ എൻ്റെ ബ്രദേഴ്സ് ഈജിപ്തിൽ ഫുഡ് വാങ്ങിക്കാൻ വന്നു. ഞാൻ ആരാണ് അവരോട് പറഞ്ഞപ്പോൾ അവർ പേടിച്ച് ഐസായി പോയി. ഞാൻ മരിച്ചു എന്ന് വിശ്വസിച്ച എൻ്റെ അപ്പൻ യാക്കോബിനെ എന്നെ ജീവനോടെ കാണാൻ സാധിച്ചു. ദൈവം നമ്മെ സന്ദർശിച്ച് നമ്മെ അനുഗ്രഹിച്ച്
അവനായി ഒരു രാജ്യം നിർമ്മിക്കുമെന്ന പ്രത്യാശയാണ് ഞാൻ നടത്തിയത്. താങ്ക് യു. ജോസഫൊക്കെ ഓക്കെ, പക്ഷേ ജോസഫ് മരിച്ചു കഴിഞ്ഞിട്ട് ഇസ്രായേൽ മക്കൾ അവിടെ ഈജിപ്തിൽ ലോക്കായില്ലേ? അതൊക്കെ ശരി തന്നെ, പക്ഷെ അവരെ രക്ഷിക്കാൻ വേണ്ടി മോശ വന്നില്ലേ? ഏത്, മറ്റേ വയ്യാത്ത അപ്പച്ചാണോ? അതെ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്തും നടക്കും. 10 പാതകളെ വെച്ച് ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചില്ലേ? ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അവർക്ക് 10 കൽപ്പനകൾ കൊടുത്തു. അബ്രഹാമിന് പണ്ട് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് അവരെ കൊണ്ടുപോയത് ആരാ? മോശയല്ലേ? 10 ബാധയോ 10 കൽപ്പനയോ? അതെന്തുവാ? അതെന്താന്നറിയണോ? ദേ കണ്ടോ. എനിക്ക് കുടിച്ചാലോ തടവോ? എടാ, അവിടെ ബോട്ടിലിൽ വെള്ളം ഇരിപ്പുണ്ട്, എടുത്തു കുടിക്ക്. ഞാൻ പോയി കുടിച്ചോളാം. അമ്മേ, ഇതെന്താ? ഇത് ജ്യൂസാണോ? അമ്മേ, ഇതെന്തോരം ജ്യൂസാ ഉണ്ടാക്കി വെച്ചേക്കണേ? ജ്യൂസോ? അതിനൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അയ്യേ, ഇതെന്ത് മണം? ബ്ലഡിന്റെ മണം. ബ്ലഡോ? ഇതൊന്ന് നോക്കട്ടെ. ഇതിനെ കൊണ്ടുപോയി കളയട്ടെ. അന്നാ ഞാൻ എന്റെ റൂമിൽ പോയി കുടിക്കാം. അമ്മേ, എന്റെ റൂമിൽ തവള. തവളയോ? ഓ നോ, ഇതെന്താണ് മുഴുവൻ തവളകൾ? ഇതെന്താണ് ഇങ്ങനെയൊക്കെ? നീ എന്താടി ചൊല്ലുകൊണ്ട് വരുന്നേ? ഇതെന്താണ് നിന്റെ ദേഹത്ത് ചെറിയ ചെറിയ പൊടികള്? ആവോ, അറിയില്ലേ. ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോ പൊടിയൊക്കെ പറക്കുന്നുണ്ടായിരുന്നു. നോക്കട്ടെ. ഇത് പേരാണല്ലോ. പോയി കുടിക്കടി. എന്നാ ഞാൻ പോയി കുടിച്ചിട്ട് വരാം. അമ്മ, ഇതെന്തായാലും ഒത്തി ഈച്ചയാണല്ലോ, ഇവിടെ ക്ലീൻ ആക്കി കൂടെ? ഈച്ചയോ? എങ്ങനത്തെ നോക്കട്ടെ. ഇത് നായീച്ചയാണല്ലോ. എടാ, നിന്റെ പപ്പ എവിടെ? ഒരു കാര്യത്തെ നോക്കിയാലും ആളെ കാണില്ല. എനിക്കറിയില്ല. അയ്യോ അയ്യോ, ഇനി എന്ത് ചെയ്യുവേ? എന്താ പറ്റിയേ? എന്താ കിടന്ന് കാറുന്നേ? നോക്കിയേ, നമ്മുടെ ആടിനും ഒട്ടകത്തിനും ഒക്കെ എന്തോ പറ്റി. ഒന്നും അനങ്ങണില്ല. സാരമില്ല, നമുക്ക് വഴിയുണ്ടാക്കാം. എല്ലാം ശരിയാകും. എല്ലാം ശരിയാകും ശരിയാകും എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നോ. പോയാ ഫറവോനോട് പോയി പറ ഇസ്രായേൽ മക്കളെ വിടാൻ, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു തീരുമാനമാകും. അത് പറ്റില്ല. ബ്രിക്സിന്റെ പണി ആള് ചെയ്യും. നീ ചെയ്യുവോ? ഞാനൊന്നും ചെയ്യില്ല. നിങ്ങൾ വേണ്ടി ചെയ്ത. ഞാൻ പോവാ. അയ്യോ, ഇതെന്താ? നമ്മുടെ പശുക്കളുടെ ദേഹത്ത് കുരുക്കൽ. എടി, നിന്റെ ദേഹത്തും ഉണ്ടല്ലോ. എടി, നിന്റെ ദേഹത്തും ഉണ്ട്. ഇതുവരെ ചിക്കൻ ബോക്സ് ആണോ? ഇതെന്താ ഇത്? ഒന്നിനെ പുറകെ ഒന്നായിട്ട്. ഇതിനൊരു എന്തില്ലേ? പുറത്ത് ഭയങ്കര മഴയാണ്, പക്ഷേ വെള്ളമല്ല വീഴുന്നേ. പിന്നെന്താണ്? കല്ലാണെന്ന് തോന്നുന്നു. കല്ലോ? വീട് മിക്കവാറും പൊളിയും. ആ ഫറവോനോട് വേഗം പോയി പറയാമോ? ഞാൻ പറഞ്ഞതല്ലേ ഇസ്രായേൽ മക്കളൊന്ന് വിടാൻ. ഞാൻ പറഞ്ഞതാ വിടാം വിടാം എന്ന് പറയുന്നതല്ലാതെ അയാൾ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ക്രോപ്സിലെ ഗ്രാസ് ഹോപ്പർ പോലത്തെ എന്താ സാധനം തിന്ന് നശിപ്പിക്കുന്നു. ഹോ, ഇനി നെക്സ്റ്റ് സെം ഫീസ് അടിക്കാൻ ബ്രിക്സിന്റെ പാർട്ട് ടൈം പണിക്ക് പോകേണ്ടി വരുമോ? ആവോ, അറിയില്ല. എടി, ഞാൻ കിച്ചണിലെ. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. കുറച്ചു നേരം അവിടെ ഇരിക്ക്. 3 ദിവസമായിരുന്നു ഇരുട്ട്. ഇനി ആ ഫറവോൻ അവരെ വിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാം. അയ്യോ അയ്യോ, ഇത് എന്താ ഇത്? എല്ലാം പോയല്ലോ. ഞങ്ങളുടെ ദൈവം ഞങ്ങൾ കൈവിട്ടല്ലോ. അങ്ങനെ ദൈവം അവരെ മിസ്രൈമ്യരുടെ അടിമത്തത്തിൽ നിന്ന് മോശെ മുഖാന്തരം വിടുവിച്ചു. ചെങ്കടൽ 2 വിഭാഗിച്ച് ഉണങ്ങിയ നിലത്തിലൂടെ അവരെ കടത്തിയും. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും ദൈവം അവർക്ക് തുണയായി നിന്നു.
മരുഭൂമിയിൽ ഭക്ഷിക്കുവാൻ മന്നയും കാടയും നൽകി ദൈവം അവരെ കരുതി. ദൈവഭയത്തിനും അനുസരണയ്ക്കുമായി 10 കൽപ്പനകളെ ദൈവം മോശെ മുഖാന്തരം അവർക്ക് നൽകി. God gave Moses rules to share, to teach us how to love and care. 10 great laws to guide our way. Let's sing them now and obey. 1. No other gods but me. Exodus 20. 2. No idols, don't bow your knee. Exodus 20. 3. Don't misuse God's name. Exodus 7. Honor him and bring him fame. God's commandments show the way, helping us live right each day. With all my heart I'll obey, walking in his love always. 4. Keep the Sabbath holy and rest. Exodus 20, great of them. 5. Honor your parents, they know best. 6. Do not take a life away. Love each other every day. God's commandments show the way, helping us live right each day. With all my heart I'll obey, walking in his love always. God's commandments show the way, helping us live right each day. With all my heart I'll obey, walking in his love always. 7. Be faithful, don't betray. Exodus 20. 8. No stealing, live God's way. 9. Don't lie, always tell what's true. 10. Don't want what belongs to you. These 10 rules are wise and true. God gave them to me and you. If we love him and obey, we'll walk in his light every day. Lord, help me live by what you say, to follow you and never stray. Teach me love, truth and grace, to shine your light in every place. In Jesus' name, amen. God's commandments show the way, helping us live right each day. With all my heart I'll obey, walking in his love always. God's commandments show the way, helping us live right each day. With all my heart I'll obey, walking in his love always, always. In Jesus' name, amen. 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 കനാൻ കത്തുകയാണ്. അതെ, വാഗ്ദത്ത ഭൂമിയിലേക്ക് ഇസ്രായേൽ ഗോത്രങ്ങൾ അഗ്നിപ്പടർപ്പായി ഇരച്ചു കയറുകയാണ്. യോശുവയുടെ മരണശേഷം ഇസ്രായേൽ അനാഥമാകുമെന്ന് കരുതിയവർക്ക് തെറ്റി. യഹോവയുടെ കൽപ്പനയനുസരിച്ച് യഹൂദിയും ശിമിയോനും ഇതാ ബേസേക്കിൽ മരണം വിതയ്ക്കുന്നു. രണഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം 10,000-ഓളം കനാന്യർ ഇതാ മണ്ണടിഞ്ഞിരിക്കുന്നു. അദോനി ബേസെക്ക് എന്ന ആ ക്രൂരൻ, ആ സ്വേച്ഛാധിപതി ഇതാ നിലം പരിശായിരിക്കുന്നു. 70 രാജാക്കന്മാരുടെ വിരലുകൾ വെട്ടിക്കളഞ്ഞ അതേ ക്രൂരതയ്ക്ക് കാലം ബേസേക്കിൽ വെച്ച് തന്നെ മറുപടി നൽകിയിരിക്കുകയാണ്. നമുക്ക് നേരെ ബേസേക്കിൽ യുദ്ധകാലത്തിലേക്ക് പോകാം. ഹെൽന, എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഒന്ന് വിശദമാക്കൂ. ഇവിടെ അവസ്ഥ ഭീകരമാണ്. പണ്ട് 70 രാജാക്കന്മാരെ വിരമിച്ച അദോനി ബേസെക്ക് അമ്പേ പരാജിതനായിരിക്കുകയാണ്. രാജാവ് നമ്മോട് കൂടി ഉണ്ട്. നമുക്ക് രാജാവിനോട് തന്നെ നേരിട്ട് ചോദിക്കാം, എന്തുകൊണ്ടാണ് താങ്കൾ ഇത്ര വേഗത്തിൽ പരാജയം സമ്മതിക്കാൻ തയ്യാറായത്? പിന്നെ എല്ലാവിധ സെറ്റപ്പും ഉണ്ടായതാ. പക്ഷെ യോർദാൻ പുഴയിൽ കിടന്നുള്ള അവന്മാരുടെ വരവിൽ തന്നെ എൻ്റെ എല്ലാ കാറ്റും പോയി. ഇപ്പൊ
രാത്രി ഒന്ന് മരിക്കണം ഉറങ്ങാൻ പോലും പറ്റില്ല. ഭടന്മാർക്ക് ശക്തി ഉണ്ട് പറയുന്ന കാര്യം, പെട്രോളിന് പൊന്നുവില്ല, ഗ്യാസ് കിട്ടാനില്ല, എല്ലാവരും അത് അന്തപ്പെട്ടിരിക്കുക. പോരാത്തതിന് അവർ ഇസ്രായേൽ മക്കളും. ഇപ്പൊ എന്ത് ചെയ്യാനാ? ഇനിയും ജയിക്കുവാൻ നിന്റെ കയ്യിൽ തന്ത്രങ്ങളൊന്നുമില്ലേ? പറഞ്ഞ പോലെ തന്ത്രങ്ങൾ എന്നോട് താങ്കളുടെ കയ്യിൽ കാണത്തക്ക വിരലുകളൊന്നും കാണുന്നില്ലല്ലോ. ആ, അത് മാത്രം ചോദിക്കരുത് എന്റെ പൊന്നു വെച്ച്. എന്റെ കയ്യിലെ കാലം തള്ളവല്ല ഒരു അറുത്ത് വരുന്നത്. ഇപ്പൊ കഞ്ഞി പിടിക്കാൻ ഒരു സ്പൂൺ പിടിക്കാൻ പോലും പറ്റില്ല. അത് പോയിട്ടൊന്ന് എണീറ്റ് നിൽക്കാൻ പോലും പറ്റില്ല. മൊത്തത്തിൽ ഒരു ആട്ടം പോലെയാ. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യാനാ? തോൽവി സമയത്തും മൂലക്കിരിക്കേണ്ടി വരും. എല്ലാം ഇവിടെ മറ്റൊരു വാർത്ത കൂടി കേൾക്കുന്നുണ്ട്. നമ്മുടെ ഈ രാജാവ് പണ്ട് 70 രാജാക്കന്മാരുടെ വിരലുകൾ വെട്ടിക്കളഞ്ഞുവെന്നും അവർ തന്റെ മേശയ്ക്ക് താഴെ വീഴുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ പെറുക്കി തിന്നുന്നത് കണ്ട് ഇയാൾ പരിഹസിച്ച് ചിരിക്കുമായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ ക്രൂരതയെ കുറിച്ചുള്ള വാർത്തകൾ സത്യമാണോ? ഒന്ന് ചോദിച്ചു നോക്കാമോ? രാജാവെ, സ്റ്റുഡിയോയിൽ നിന്നും എന്നെ ചോദിക്കുന്ന 70 രാജാക്കന്മാരെ പറ്റിയുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ട് സത്യമാണോ? താങ്കൾ പണ്ട് 70 രാജാക്കന്മാരുടെ വിരലുകൾ അറുത്തെടുത്ത് അവരെ അപമാനിച്ച ആ പഴയ കാലത്തെ പറ്റി ഓർക്കുമ്പോൾ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ആ, അതൊക്കെ ഒരു അഹങ്കാരമായിരുന്നു. ഇപ്പൊ കൈക്കും കാലിലും ഒരേപോലെ പണി കിട്ടിയപ്പോഴാണ് എനിക്ക് സത്യാവസ്ഥ മനസ്സിലാവണത്. ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം തന്നു. ഇസ്രായേലിലെ ദൈവം നീതിയുള്ളവനാണ്. അവൻ സ്വർഗത്തിലും ഭൂമിയിലും വലിയവനാണ്. കണ്ടോ പ്രേക്ഷകരെ, ദൈവം നീതിയുള്ളവനാണെന്ന് ശത്രുവിനെ കൊണ്ട് പോലും പറയിപ്പിക്കുന്ന നിമിഷം. ഇസ്രായേലിന്റെ പ്രത്യാശയായ ആ ദൈവത്തെ തടയാൻ നിനക്കും നിന്റെ സൈന്യത്തിന് കഴിയുമോ? ഇല്ല എന്റെ പൊന്നു വെച്ചേ, ഒരിക്കലും ഇല്ല. ഈ പോക്ക് പോണാണ്ട എന്റെ രാജ്യം പെട്ടെന്ന് കട്ടപ്പോകെ. ഒന്നെങ്കിൽ രാജ്യം പോകും, അല്ലെങ്കിൽ ഞാൻ പെട്ടിയിലാവും. ഞാൻ പെട്ടിയിലായാലും ശരി, എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ഇസ്രായേലിലെ ദൈവം എങ്ങനെ ഷാർപ്പാ. അതാണ് ശരിക്കുള്ള ഒറിജിനൽ ദൈവം. ബാക്കിയൊക്കെ ഡ്യൂപ്ലിക്കേറ്റാ. അതെ, അഹങ്കാരികളുടെ പെരുവിരൽ മുറിക്കുന്ന ദൈവത്തിന്റെ നീതി. ഇസ്രായേലിന്റെ പ്രത്യാശയെ യഹോവ സ്തുതിക്കപ്പെടുമാറാകട്ടെ. എത്ര വലിയ സൈന്യമുണ്ടായാലും യഹോവയുടെ ജനത്തിന് മുമ്പിൽ അവയെല്ലാം തകരും. ജീവനുണ്ടെങ്കിൽ ഒരിടവേളയ്ക്ക് ശേഷം യുദ്ധമുഖത്തെ പുതിയ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. എടാ, ന്യൂസ് കണ്ടിട്ട് പേടിയാവുന്നില്ലേ? എല്ലായിടത്തും യുദ്ധം, ഡ്രോണ്, മിസൈൽ. നമുക്കൊന്നും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല. സമാധാനമൊക്കെ ഉണ്ട്, പക്ഷെ അത് മറ്റുള്ള മനുഷ്യരിൽ നിന്നല്ല, നമ്മളെ വഴി നടത്താൻ ഒരു ഇടയനുണ്ടെന്ന ബോധ്യം വരുമ്പോഴാണ്. ഇടയണോ? ഇത് 2026 ആടുകൾ മേയ്ക്കാനുള്ള ആളെ കുറിച്ചാണോ നീ പറയുന്നത്? ഇതൊക്കെ ഭാവന അല്ലേ? അല്ല, ഇതൊരു രാജാവായ ദാവീദിന്റെ അനുഭവമാണ്. ശത്രുക്കളുടെ നടുവിൽ നിൽക്കുമ്പോഴും യഹോവ എൻ്റെ ഇടയനാണ്, എനിക്കൊരു കുറവുമില്ല എന്നവന് പറയാൻ കഴിയുന്നു. നമുക്ക് ആ സങ്കീർത്തനം ഫുള്ളൊന്ന് കേട്ടു നോക്കിയാലോ? The Lord is my shepherd, I shall not want. He makes me lie down in green pastures. He leads me beside still waters. He restores my soul. He leads me in paths of righteousness for His name's sake. Yea, though I walk through the valley of shadow of death, I fear no evil, for You are with me. Your rod and Your staff, they comfort me. You prepare a table before me in the presence of my enemies. You anoint my head with oil, my cup runs over. Surely goodness and mercy shall follow me all the days of my life, and I will dwell in the house of the Lord forever. ദാവീദിന്റെ വീണാനാദം മാഞ്ഞുപോയി. പ്രവാചകന്മാരുടെ തീക്ഷ്ണമായ വാക്കുകൾ നിലച്ചു. യെശയ്യാവും ഇരമ്യാവും മലാഖിയും വിളിച്ചു പറഞ്ഞ ആ വലിയ വാഗ്ദാനം അത് വെറും ഓർമ്മയായി മാറുന്നു. പിന്നീട് വന്നത് നിശബ്ദതയുടെ കഠിനമായ കാലം. 4 നൂറ്റാണ്ടുകൾ, 400 വർഷം സ്വർഗം മിണ്ടിയില്ല. ദൈവശബ്ദം കേൾക്കാത്ത, ദൂതന്മാരെ കാണാത്ത, പ്രത്യാശയില്ലാത്ത ദിനരാത്രങ്ങൾ. സാമ്രാജ്യങ്ങൾ ഉയർന്നു, സാമ്രാജ്യങ്ങൾ വീണു. ജനങ്ങളുടെ ഹൃദയം മരവിച്ചു. അവർ കരഞ്ഞു, ദൈവമേ നീ എവിടെ? പക്ഷേ ദൈവം ഉറങ്ങുകയായിരുന്നില്ല. മൗനമായിരുന്ന ആ നാളുകളിൽ അവൻ തൻ്റെ സ്നേഹം നമുക്കായി ഒരുക്കി വയ്ക്കുകയായിരുന്നു. അവൻ നമ്മെ അത്രമേൽ സ്നേഹിച്ചു. നമ്മുടെ ഓരോ വേദനയും ഓരോ കണ്ണുനീരും അവൻ കണ്ടു. ഇതാ ആ നിശബ്ദത അവസാനിക്കുകയാണ്. അതാ ബത്ലഹേമിൻ്റെ ആ കറുത്ത ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് ഒരു ശബ്ദം. അതൊരു ഇടിമുഴക്കമായിരുന്നില്ല, അതൊരു സിംഹഗർജനമായിരുന്നില്ല, അതൊരു കുഞ്ഞിൻ്റെ കരച്ചിലായിരുന്നു.
ഇരുട്ടിൻ്റെ ആധിപത്യം അവസാനിച്ചു. 400 വർഷത്തെ മൗനം തകർന്നു. ലോകത്തിൻ്റെ രക്ഷകൻ, സ്നേഹത്തിൻ്റെ രാജകുമാരൻ ഇമ്മാനുവേൽ നമ്മോടൊപ്പം വസിക്കാൻ ഇതാ ജനിച്ചിരിക്കുന്നു. ദൂതന്മാർ ആകാശത്ത് പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സമാധാനം. അവൻ ജനിച്ചത് നമുക്ക് വേണ്ടിയാണ്, നമ്മെ വീണ്ടെടുക്കാൻ, നമ്മെ കെട്ടിപ്പിടിക്കാൻ, നമ്മെ ഓരോരുത്തരെയും മരണത്തിൻ്റെ നിഴലിൽ നിന്ന് രക്ഷിക്കാൻ. ഇതാ ഇരുട്ടിൻ്റെ കാലം കഴിഞ്ഞു, പ്രത്യാശയുടെ വെളിച്ചം ഉദിച്ചുയർന്നിരിക്കുന്നു. ഈ സങ്കീർത്തനത്തിലെ ഇടയനല്ലേ കർത്താവായ യേശു? കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തുടങ്ങിയല്ലേ? ഗുഡ് ബോയ്. ഈ കർത്താവിന്റെ കൂടെ നടക്കാൻ കർത്താവ് കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ. എത്ര ആൾക്കാരുണ്ട്? 12 പേര്, സാധാരണക്കാരായ 12 പേര്. നമുക്ക് അവരുടെ എനർജി ഒന്ന് കണ്ടു നോക്കിയാലോ? ഓക്കേ. എടാ ആ പൂ കണ്ടാ? ഏത് പൂവ്? എവിടെ? എടാ ദേടാ അവിടെ. എവിടാ? ദേടാ. ദേ കാണ്. എടാ ഇതുപോലെ ഒരു ആളില്ലേ ബൈബിളിൽ പൊക്കം കുറഞ്ഞത്, കർത്താവിനെ കാണാൻ കൊതിച്ചത്? ആ, സക്കായി. എന്നാൽ എന്തായിരിക്കും സക്കായി യേശുവിനെ കാണാൻ ഇത്ര കൊതിച്ചത്? വാ കാണാം. ജിമ്മിയുടെ ആശയം ഇവിടെ, ബിനോയുടെ ആശയം ഇവിടെ. എന്നെ പറ്റിക്കാനാണോ നോക്കിയേ? സക്കായിനോടാണോ കളി? ഇമാരെ ശരിയാക്കാം. ഇവർക്കൊരു കൊട്ടേഷൻ കൊടുക്കണം.
നോക്കി മാത്രം നടന്നില്ല ചേച്ചിക്ക് ഇതെന്നാ പറ്റി? എന്റെ പൊന്നു സക്കായി, നിനക്കറിയോ 18 വർഷം ഞാൻ കുനിഞ്ഞു കിടന്നേ. അപ്പൊ യേശു എന്നെ കണ്ട് എന്റെ രക്തം തൊട്ടതേ ഉള്ളൂ. അപ്പൊ തന്നെ എന്റെ അസുഖം മാറി. പിന്നെ തൊട്ടപ്പോഴേക്കും സൗഖ്യം വന്നതാ. ഇവിടെ ആൾക്കാർ കുറെ കാശ് കൊടുത്തിട്ടും ഒന്നും നടക്കുന്നില്ല. പണം കൊണ്ടൊന്നും ഒരു കാര്യമില്ല സക്കായി. 12 വർഷങ്ങളാണ് ഞാൻ കഷ്ടപ്പെട്ടത്. കാണിക്കാത്ത ഡോക്ടർമാരില്ല. എന്നാൽ യേശുവിനെ പറ്റി കേട്ടപ്പോ അവനെന്നെ രക്ഷിക്കുമെന്ന് തോന്നി. പക്ഷെ അശുദ്ധിയായ ഞാൻ എങ്ങനെ യേശുവിന്റെ മുന്നിലേക്ക് ചെല്ലും? അതുകൊണ്ട് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ മാത്രം അവൻ തൊട്ടു. അപ്പൊ തന്നെ എന്റെ അസുഖം മാറി. സക്കായി എന്താ ഇത്രയ്ക്ക് വിശേഷിച്ച്? അതൊക്കെ ഉണ്ട്. നിങ്ങൾ ഇത് എന്നാ കാണിക്കുന്നത്? മോള് മരിച്ചതിന്റെ മധുരം കൊടുക്കുന്നോ? യായറോസ് ആണ് കൊള്ളാലോ. കർത്താവ് വന്നവരുടെ കൈക്ക് പിടിച്ചതും എണീക്കാൻ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. എന്റെ മോള് ചാടി എണീറ്റു. എന്നിട്ട് മരിച്ചവരെ ഉയർപ്പിച്ചെന്നാ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നെ കണ്ടോ? ഞാനാ മരിച്ചുപോയെ. യേശു എന്നെ ഉയർപ്പിച്ചു. അല്ലേലും അവൻ വലിയവരൊക്കെ സഹായിച്ചു. പക്ഷെ ഞാൻ കള്ളം പറഞ്ഞ് കാശുണ്ടാക്കുന്ന ഒരു പാപിയായ ചുമക്കാരനല്ലേ? ഇതാരാ ബർത്തിമായോടൊപ്പം പായ പിടിച്ചു നിൽക്കുന്നവൻ? ഇവനെന്താ പായ കച്ചവടം തുടങ്ങിയ? എടോ, ഞാൻ കഫർനഹൂമിലെ പക്ഷപാതക്കാരനാടോ. എന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് യേശു എന്നെ സൗഖ്യമാക്കി. നീയും ഒരു പാപിയാണെന്നറിയാം, എങ്കിലും അവൻ നിന്നെ സ്നേഹിക്കുന്നു. നിനക്കെന്താ? നിന്റെ കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചു പോയതല്ലേ? ശരിയായ? എടോ സക്കായി, എനിക്ക് ഇത്ര ആയിട്ട് ഓർമ്മ ഞാൻ ജീവിതത്തെ വിചാരിച്ചില്ല. എന്തായാലും ഞാൻ ആ റോഡ് സൈഡിൽ നിന്ന് നിലവിളിച്ചപ്പോൾ അവൻ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു. എന്നിട്ട് ആ നിമിഷം തൊട്ട് എനിക്ക് എല്ലാം കാണാൻ സാധിച്ചായിരുന്നു. അങ്ങനെ യേശുവിനെ ഒന്ന് പോയി നോക്കട്ടെ. എടാ നിക്കടോ, ഞാനും വരാം. അവൻ പറഞ്ഞു. പക്ഷെ ജനക്കൂട്ടം കാരണം എനിക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല. ഒരു കാര്യം, എനിക്ക് ഇത്ര ഹൈറ്റ് കുറവായ ഒരു കാര്യം ചെയ്യാൻ ഞാൻ രേണി ഒപ്പിച്ചേരാം. നീ അതുമ്മ കയറി നോക്കിയേക്ക്. ബോഡി ഷേമിങ് ചെയ്യണ്ടാ. ഞാൻ മർത്തി കയറിക്കോളാം. ഹൈറ്റ് കുറവാണെന്ന് വെച്ച് എന്നെ കളിയാക്കണ്ട. ബെസ്റ്റ്, നിന്നെ സഹിക്കാൻ നോക്കണം. ഇപ്പൊ പ്രശ്നമായി. എന്നാ ശരി, പോവാം. ചരിത്രത്തിലോട്ട് ഒരു യാത്ര കൂടി പോകാം. മലാക്കിയോട് കൂടെ പഴയ നിയമം അവസാനിക്കുമ്പോൾ പലസ്തീൻ ഭരിച്ചത് പേർഷ്യൻ സാമ്രാജ്യമാണ്. ബാബിലോൺ, ഗ്രീക്ക്, റോമ എന്നിവയായിരുന്നു മറ്റു 3 സാമ്രാജ്യങ്ങൾ. BC 63 റോമൻ കൗൺസിലർമാരിൽ ഒരാളായിരുന്നു പോംപി. പലസ്തീൻ അടക്കമുള്ള മറ്റു പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി റോമൻ പ്രവിശ്യയോട് ചേർത്തു. BC 47 അന്തിപാറ്ററിനെ യഹൂദ പ്രവിശ്യയുടെ ഭരണാധിപനായി ജൂലിയസ് സീസർ നിയമിച്ചു. അന്തിപാറ്ററിന്റെ മകനായ ഹെരോദാവിനെ ഗലീലയുടെ മേലധികാരിയാക്കി. BC 44 ജൂലിയസ് സീസറിനെ ബ്രൂട്ടസ് ചതിച്ചു കൊലപ്പെടുത്തി. ജൂലിയസ് സീസറിന്റെ മരണശേഷം റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണമേറ്റവരിൽ ഒരാളായിരുന്നു മാർക്ക് ആന്റണി. റോമൻ സെനറ്റ് സ്വാധീനം ചെലുത്തി ഹെരോദാവിനെ യഹൂദന്മാരുടെ രാജാവ് എന്ന ബഹുമതി നേടിക്കൊടുത്തു. BC 39 അഗസ്റ്റസ് സീസർ എന്ന ഓഗസ്റ്റോസ് കേസർ റോമൻ സാമ്രാജ്യത്തിന്റെ പരമാധികാരിയായി. ഇദ്ദേഹത്തിന്റെ കാലത്താണ് യോഹന്നാൻ സ്നാപകനും യേശുവും ജനിച്ചത്. തുടർന്ന് AD 14 മുതൽ 37 വരെ ഭരിച്ച തിബ്രിയാസ് കേസറുടെ കാലത്താണ് യോഹന്നാൻ സ്നാപകന്റെയും യേശുവിന്റെ ശുശ്രൂഷകൾ നിറവേറിയത്. ഇക്കാലങ്ങളിൽ യഹൂദ ജാതിയിൽ അഭിപ്രായ ഭിന്നതയും അന്തചിതരങ്ങളും ഉടലെടുത്തു. അതുമൂലമാണ് വിവിധ ചിന്താഗതികൾ പുലർത്തുന്ന പരീശന്മാർ, ശാസ്ത്രിമാർ, സദൂക്യർ, ഹെരോദിയർ, എരൂകാർ, എസോന്യർ, ലിബർത്തിനർ എന്നീ ഗ്രൂപ്പുകൾ ഉടലെടുത്തു. ദൈവിക വചനങ്ങളെക്കാൾ മാനസിക പ്രമാണങ്ങൾക്കാണ് അവർ ഊന്നൽ നൽകിയത്. ലോക ചരിത്രത്തിൽ ബിഫോർ ക്രൈസ്റ്റ് BC എന്നും അന്നോ ഡൊമിനി AD എന്നും രണ്ടായി തിരിച്ചുകൊണ്ട് AD 4 യേശു ക്രിസ്തു പൂജാതനായി. 12-ാം വയസ്സിൽ മാതാപിതാക്കളോടൊപ്പം ദേവാലയത്തിൽ പോയി. 30-ാം വയസ്സിൽ യോഹന്നാനാൽ സ്നാനം വയ്ക്കുകയും പരസ്യ ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ തന്റെ ശുശ്രൂഷകൾ തുടർന്ന് പോകുന്നതിനായി 12 ശിഷ്യന്മാരെ വാർത്തെടുക്കുകയും ചെയ്തു. അത്ഭുതമന്ത്രി, അത്യുന്നതന്റെ പുത്രൻ, ഇമ്മാനുവേൽ, ആൽഫ ഒമേഗ, നല്ല ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ, കർത്താതി കർത്താവ്, നീതി സൂര്യൻ, സമാധാന പ്രഭു എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ 200-ൽ പരം പേരുകളിൽ വിശേഷിക്കപ്പെട്ട യേശു ക്രിസ്തു 40ഓളം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും തനിക്ക് വേണ്ടി ഒരു അത്ഭുതവും ചെയ്തിട്ടില്ല. 52 ഉപമകളിലൂടെ നിരവധി സത്യങ്ങളെ ലളിതമായി ജനത്തിന് പറഞ്ഞു കൊടുത്തു. ഗിരിപ്രഭാഷണം, ഒലിവുമല പ്രഭാഷണം,
മാളികമുറി പ്രഭാഷണം എന്നിങ്ങനെ ശ്രദ്ധേയമായ പ്രഭാഷണങ്ങളും യേശു ചെയ്തു. യേശു സംസാരിച്ചതുപോലെ ആരും സംസാരിച്ചിട്ടില്ല. യേശു ജീവിച്ചതുപോലെ മറ്റാരും ജീവിച്ചിട്ടില്ല. പാപമില്ലാത്തവനായി ജനിച്ച, പാപമില്ലാത്തവനായി ജീവിച്ച യേശു ക്രിസ്തു നിങ്ങൾ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുമെന്ന് വെല്ലുവിളിച്ചു. എതിരാളികൾക്ക് പോലും കുറ്റം കണ്ടെത്താൻ ആകാതെ ജീവിച്ച ഇവന് ഞാൻ യാതൊരു കുറ്റം കാണുന്നില്ല എന്ന് എഴുതി നേടിയിട്ടും ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി ക്രൂശിൽ മരിച്ച് നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരക്കാരനായി മരിച്ചു. എന്നാൽ മൂന്നാം നാൾ കല്ലറകളെ തുറന്ന് 40 ദിവസം പലർക്കും പ്രത്യക്ഷനായി യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു. 10 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, അതായത് പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് സഭ സ്ഥാപനം ചെയ്തു. പത്രോസിന്റെ ഒന്നാം പ്രസംഗത്തിൽ തന്നെ 3000 പേർ സഭയോട് ചേർന്നു. സഭ അനുദിനം വളർന്നു വന്നതോടൊപ്പം പീഡനവും ആരംഭിച്ചു. സ്തേഫാനോസ് ആദ്യത്തെ രക്തസാക്ഷിയായി. സ്തേഫാനോസിന്റെ വസ്ത്രം സൂക്ഷിച്ചിരുന്ന ശൗൽ പിന്നീട് പൗലോസ് എന്ന പേരിൽ സഭാ ചരിത്രത്തിൽ ഇടം പിടിക്കുകയും നിരവധി സഭകൾ സ്ഥാപിക്കുകയും ചെയ്തു. 1913 അങ്കമാലിയിലും സഭ സ്ഥാപിതമാക്കാൻ ദൈവം കരുണ ചെയ്തു. സാധാരണ ഹിസ്റ്ററി ബോറിംഗ് അല്ലേ? പക്ഷെ ഇത് നല്ല ത്രില്ലിംഗ് ആണല്ല. ഞാൻ പൗലോസിനെ പറ്റി ആലോചിക്കായിരുന്നു. എന്തൊരു മാറ്റം അല്ലേ? ആ, ദൈവത്തിന്റെ ആൾക്കാരെ കൊല്ലാൻ നടന്ന ആളാ ഇപ്പൊ ദൈവത്തിന് വേണ്ടി ധൈര്യത്തോടെ മരിക്കാൻ റെഡിയായി നടക്കുന്നു. എന്നാലും ആ പ്രസംഗം, ഏത്? ആ അഗ്രിപ്പാവിന്റെ മുമ്പിലെ പ്രസംഗം മാർക്ക് ആന്റണിയുടെ പ്രസംഗത്തെക്കാളും ടോപ്പാ. എന്നാലും ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ? ദൈവസ്നേഹം അറിഞ്ഞാൽ there is no turning back മോനെ. കേട്ടു നോക്കൂ. അഗ്രിപ്പ രാജാവേ, പൗലോസ് എന്ന എന്റെ മേൽ ഇവർ ചുമത്തുന്ന സകല കുറ്റങ്ങളെയും പ്രതിവാദിപ്പാൻ അവസരം ലഭിച്ചത് ഞാൻ ഒരു ഭാഗ്യമായി കരുതുന്നു. അതുകൊണ്ട് എന്റെ പ്രതിവാദം ക്ഷമയോടെ കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്റെ സ്വന്തം യഹൂദന്മാരുടെ ഇടയിൽ മാത്രമല്ല, യെരുശലേം പട്ടണത്തിലുള്ള എന്റെ ജീവിതവും എല്ലാവർക്കും അറിവുള്ളതാണ്. യഹൂദ മതപ്രകാരം ഞാൻ നല്ലൊരു പരീക്ഷനായി ജീവിച്ചു. നമ്മുടെ പിതാക്കന്മാർക്ക് ദൈവത്തിൽ നിന്ന് ലഭിച്ചതും നമ്മുടെ 12 ഗോത്രങ്ങൾ ആരാധിച്ചതും ആശിച്ചതുമായ പ്രത്യാശയെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത്. എന്റെ മേൽ ഇവർ ചുമത്തുന്ന കുറ്റവും ഈ പ്രത്യാശ എന്ന വിഷയം തന്നെയാണ്. ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വിശ്വാസയോഗ്യമല്ലെന്ന് നിങ്ങൾക്ക് തോന്നുവാൻ കാരണമെന്തെന്ന് എനിക്കറിയണം. നസ്രയനായ യേശുവിന്റെ നാമത്തിന് വിരോധമായി പലതും പ്രവർത്തിക്കണമെന്ന് ചിന്തിച്ചു എന്നത് സത്യമാണ്. അപ്രകാരം ഞാൻ യെരുശലേമിൽ ചെയ്തിട്ടുമുണ്ട്. ഞാൻ എന്താ ചെയ്തതെന്ന് കേൾക്കണോ? പറയാം. മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രം വാങ്ങി വിശുദ്ധന്മാരിൽ പലവരെയും തടവിലാക്കി. അവരെ ഒന്നൊന്നായി കൊല്ലുവാൻ സമ്മതം കൊടുത്തു. അവരെ പള്ളികളിൽ ചെന്ന് ദണ്ഡിപ്പിച്ചു. ദൂഷണം പറയുവാൻ നിർബന്ധിച്ചു. ഒരു ഭ്രാന്തനെ പോലെ ഞാൻ അവരെ ഉപദ്രവിച്ചു. ഇങ്ങനെ വിശുദ്ധന്മാരുടെ ചോര കൊതിച്ച് ഓടി നടക്കുമ്പോഴാണ് എന്റെ ജീവിതത്തെ അടിമുടി മാറ്റിയ ഒരു പ്രത്യേക സംഭവം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഡെമസ്കോസിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. മഹാപുരോഹിതന്റെ അധികാരപത്രം കയ്യിൽ പിടിച്ചുകൊണ്ടായിരുന്നു യാത്ര. രാജാവേ, അതൊരു നട്ടുച്ച സമയമായിരുന്നു. ഡെമസ്കോസ് പട്ടണവാതിക്കൽ എത്താറായപ്പോൾ ആകാശത്തിൽ നിന്ന് വലിയൊരു വെളിച്ചമെന്ന് പറഞ്ഞാൽ സൂര്യന്റെ പ്രകാശത്തെക്കാൾ വലിയൊരു വെളിച്ചം. അതിന്റെ അത്യുജ്വല പ്രഭയാണ്. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ വന്നവർ എല്ലാം നിലത്ത് വീണു. അപ്പോൾ എബ്രായ ഭാഷയിൽ ഞാൻ ഒരു ശബ്ദം കേട്ടു. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഞാൻ കേട്ട ശബ്ദം എന്തെന്നറിയണ്ടേ? ശ്രദ്ധിച്ചു കേൾക്കുക. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? മുള്ളിനെ നിരോധിക്കുന്നത് നിനക്ക് വിഫലമാണ്. ഈ പരിചയമില്ലാത്ത ശബ്ദം കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, നീ ആരാകുന്നു കർത്താവേ? അപ്പോൾ എനിക്ക് ലഭിച്ച ഉത്തരം, നീ ഉപദ്രവിക്കുന്ന അതേ യേശു തന്നെയാകുന്നു ഞാൻ. പിന്നീട് എന്നോട് എണീറ്റ് നിൽക്കുവാൻ പറഞ്ഞു. ഞാൻ എണീറ്റ് നിന്നു. അപ്പോൾ യേശു എന്നോട്, അനേകരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നടത്തുവാനും അനേകർക്ക് പാപമോചനവും രക്ഷയും പ്രസംഗിപ്പാനും ഞാൻ നിന്നെ അയക്കുന്നു. അഗ്രിപ്പ രാജാവേ, അന്ന് തന്നെ ഞാൻ എന്റെ ജീവിതം യേശുവിനായി സമർപ്പിച്ചു. സ്വർഗീയ ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല. ഇക്കാരണത്താലാണ് ഇവർ എന്നെ ദേവാലയത്തിൽ വെച്ച് കൊല്ലുവാൻ ശ്രമിച്ചത്. ഞാൻ പറയുന്നത് സത്യമാണ്, എനിക്ക് ഭ്രാന്തില്ല എന്ന് രാജാവിന് അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ സമ്മതിപ്പിക്കുകയാണോ എന്ന രാജാവിന്റെ ചോദ്യത്തിന് എനിക്ക് ഒന്നേ പറയുവാനുള്ളൂ. രാജാവേ, അങ്ങ് മാത്രമല്ല, ഇന്നെന്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും
ഈ ചങ്ങലകൾ ഒഴികെ എന്നെ കേൾക്കുന്ന എല്ലാവരും എന്നെ പോലെ ഒരു ക്രിസ്ത്യാനിയായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അങ്ങക്ക് എന്നെ പോലെ ഒരു ക്രിസ്ത്യാനിയായി തീരുവാൻ മനസ്സുണ്ടോ രാജാവേ? മനസ്സുണ്ടോ രാജാവേ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കും മനസ്സുണ്ടോ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സംഗമം അവസാനിക്കുമ്പോൾ ഒരു നിമിഷം ആ പഴയകാല വിശ്വാസവീരന്മാരുടെ നിരയിലേക്ക് നമുക്കൊന്നും നോക്കാം. നാം ഇന്ന് ഇവിടെ കണ്ട ഓരോ മുഖവും ആദിപിതാവായ ആദം മുതൽ പെട്ടകം പണിത നോഹയും വാഗ്ദത്തത്തിനായി ഇറങ്ങിത്തിരിച്ച അബ്രഹാമും കഷ്ടതകളിൽ പതറാത്ത യോസഫും ദൈവഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദും നമുക്ക് വലിയ മാതൃകകളാണ്. ഇവരെല്ലാം എന്തിനു വേണ്ടിയാണ് നിലകൊണ്ടത്? എബ്രായർ 11:1 പറയുന്നത് പോലെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ ഈ വീരന്മാർ മാത്രമല്ല, പുതിയ നിയമത്തിൽ യേശുവിനായി സർവവും ഉപേക്ഷിച്ച ശിഷ്യന്മാരും കല്ലേറുകൾക്കിടയിലും സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ട സ്തെഫാനോസും ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷമെത്തിച്ച പൗലോസും ജീവിതം മാറ്റിമറിക്കപ്പെട്ട സക്കായിയും ഒരേ സ്വരത്തിൽ നമ്മോട് പറയുന്നത് ഒന്നാണ്: നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിലല്ല, അത് നിത്യതയിലാണ്. ഈ വിശ്വാസ പോരാട്ടങ്ങളിലെല്ലാം അവരെ പിടിച്ചു നിർത്തിയത് എന്തായിരിക്കും? എബ്രായർ 6:19. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതും ആകുന്നു. നമ്മുടെ ജീവിതമാകുന്ന കപ്പലിനെ ഏത് കൊടുങ്കാറ്റിലും ഉലയാതെ നിർത്തുന്ന ആ ആത്മനങ്കൂരം യേശുക്രിസ്തുവാണ്. ലോകം നമ്മെ തനിച്ചാക്കുമ്പോഴും പരീക്ഷണങ്ങൾ ഏറുമ്പോഴും ആ പ്രത്യാശ നമ്മെ സുരക്ഷിതമായി നിർത്തും. ആ വലിയ സ്നേഹത്തെയും അത്ഭുതകരമായ കൃപയെയും കുറിച്ച് വാഴ്ത്താനായി എലീസ ഇ ഹിവറ്റ് രചിച്ച മനോഹരമായ ഗാനം സിംഗ് ദ വണ്ടറസ് ലവ് ഓഫ് ജീസസ് നമ്മുടെ സൺഡേ സ്കൂൾ ടീം ഇവിടെ അവതരിപ്പിക്കുന്നു. ഈ ഗാനത്തോടുകൂടി നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ സമാപിക്കുകയാണ്. ഈ ഗാനം കേൾക്കുമ്പോൾ ആ വലിയ സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും നങ്കൂരത്തിൽ നമുക്കും നമ്മുടെ ജീവിതങ്ങളെ ഉറപ്പിച്ചു നിർത്താം. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.